നമ്മൾ മോട്ടേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ഒരു മോട്ടേഴ്സ് മാത്രമല്ല കപ്പാസിറ്റർ എല്ലാത്തിനും പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ടേബിളാണ് ഒരു കോണ്ടാക്റ്റേഴ്സിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയെ പറ്റിയൊരു ടേബിളാണ്. നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് കോണ്ടാക്റ്റേഴ്സ് ശരിക്കും പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യത്തിനും ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിൽ പെടുന്ന കോണ്ടാക്റ്റേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ കപ്പാസിറ്റർ ബാങ്കാണ് ഉദാഹരണത്തിന് നമ്മുടെ പവർ ഫാക്ടർ കറക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട കോണ്ടാക്ടർ ആയിരിക്കില്ല നമ്മൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ അതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും അതിൻ്റെ ഒരു വർക്കിംഗ് ഒരേ സ്ട്രാറ്റജി ആണെങ്കിലും അതിൻ്റെ കറണ്ട് റേറ്റിങ്ങും സെയിം ഒക്കെ വരാമെങ്കിലും അതിൻ്റെ അല്ല വേറെ പല കാര്യങ്ങൾ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ റേറ്റിംഗ് യൂട്ടിലൈസേഷൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ AC1, AC2, AC3 അങ്ങനെ നമുക്ക് AC8B വരെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 കഴിഞ്ഞ് പിന്നെ 5A, 5B, 6A, 6B, 7A, 7B, 8A, 8B അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കറണ്ടിൻ്റെ ഒരു റേറ്റഡ് കറണ്ടും അതിൻ്റെ RMS വാല്യൂ തമ്മിലുള്ള ഒരു റേഷ്യോ എത്ര വരെ വരാം എന്നൊക്കെയുള്ള, അതേപോലെ വോൾട്ടേജസിൻ്റെ ഒരു റേഷ്യോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ പവർ ഫാക്ടറുകളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ സ്വിച്ചിങ് സൈക്കിൾസ് എന്ന് വെച്ചാൽ ഓൺ ഓഫ് ഇത് കോണ്ടാക്ടർ എന്ന് പറയുമ്പോൾ പിടിക്കുക വിടുക അതിൻ്റെ ആ ഒരു സംഭവമാണ് സ്വിച്ചിങ് സൈക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈ കറണ്ട് ഇമ്പാക്റ്റിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി IC/I കൂടുതലുള്ളതാണ് നല്ലത്. സിമിലർലി ഹൈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസിനെയൊക്കെ നേരിടാനും UR/UE കൂടുതലാണ് നല്ലത്. നല്ല പവർ ഫാക്ടർ കുറഞ്ഞ ഒരു കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കോണ്ടാക്ടറിനെ സംബന്ധിച്ച് നല്ലതാണ്. അപ്പോൾ നമ്മുടെ AC5B വരെയുള്ളത് ബ്രേക്കിംഗ് കണ്ടീഷനിലേക്ക് ഓഫ് ചെയ്യാനുള്ളൊരു കേസിൽ മാത്രമായിട്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ AC6A, 6B ആണ് തൊട്ടാണ് നമ്മൾ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓണാക്കണം ഓഫാക്കണം അങ്ങനെയുള്ള കേസുകൾ. കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കേണ്ടത് AC6A, 6B തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർ ഇട്ടിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ശ്രദ്ധിക്കാം. നമ്മുടെ AC6A ട്രാൻസ്ഫോമറിൻ്റെ പോലത്തെ സ്വിച്ചിങ് ആക്ഷൻസ്, ട്രാൻസ്ഫോമറിൻ്റെ പവർ ഓൺ ഓഫ് ആക്കാനുള്ള കേസുകളിലൊക്കെയും പിന്നെ കപ്പാസിറ്റർ പാനലിൽ ഒക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ AC6B കാറ്റഗറിയിലായിരിക്കും പെടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടില്ല നമ്പർ ഓഫ് സ്വിച്ചിങ് സൈക്കിൾസ് അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം അതിന് മെനി ടൈപ്പ് സൈക്കിൾസ് വരാം. ഇപ്പോൾ കപ്പാസിറ്ററൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ഓണാക്കാം ഓഫാക്കാനുള്ള ആവശ്യങ്ങൾ വരും. അപ്പോൾ 50 എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സൈക്കിളാണ്, അതുകൊണ്ട് മതിയാകില്ല. അപ്പോൾ അതാണ് നമ്മുടെ കോണ്ടാക്റ്റേഴ്സിൻ്റെ പാർട്ട് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. IEC 60947 പാർട്ട് 4 സെക്ഷൻ 1 ഇതാണ് വരുന്നത്. ആസ് പെർ 2012 എഡിഷൻ. അതേപോലെ DC ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നതുണ്ട്, DC 1356 എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഈ സെയിം റേഷ്യോസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ മീറ്റർ പെർ സെക്കൻഡാണ്, L/R റേഷ്യോ ആണ്. അതായത് ഇൻഡക്റ്റൻസ് ടു റെസിസ്റ്റൻസ് റേഷ്യോ L/R ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ സർക്യൂട്ട് ടൈമിൻ്റെ കോൺസ്റ്റൻറ്റ് വെച്ച് ഓണാക്കാൻ, ഇപ്പോൾ ടൈമർ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള DC കോണ്ടാക്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിങ് 1 millisecond, 2.5 milliseconds, 15 millisecond ഒക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് റഫ്ലി അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എഴുതിയേക്കുവാണ്, നോട്ട് ലിമിറ്റഡ് ടു ഇതെന്ന് പറയാം. റെസിഡൻഷ്യൽ ലൈറ്റിങ്, നമ്മുടെ വീട്ടിലെ ചെറിയ ഓട്ടോമേഷനും ഇതിനൊക്കെ നമ്മുടെ AC1 ഉപയോഗിക്കാം. ചെറിയ മോട്ടറുകൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇൻഡസ്ട്രിയൽ മോട്ടേഴ്സ് 5 HP വരെയുള്ള പമ്പ്, ഫാൻ, അതിനൊക്കെ AC2 ഉപയോഗിക്കാം. മീഡിയം സൈസ് മോട്ടറിനുള്ള AC3 ഉപയോഗിക്കാം. AC4 ഹെവി ഇൻഡസ്ട്രിയൽ ലാർജ് മോട്ടേഴ്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. 5A റെസിസ്റ്റീവ് ലോഡിലൊക്കെയാണ്, 5B ഇൻഡക്റ്റീവ് ലോഡിലാണ് ഉപയോഗിക്കുന്നത്. 6A 6B പറഞ്ഞല്ലോ നമ്മൾ. ഇതിൽ എഴുതിയേക്കുന്ന വേറെ അതിൻ്റെ മറ്റു ആപ്ലിക്കേഷൻ ആണെങ്കിലും 6A 6B ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ ഓപ്പറേഷൻസിലൊക്കെ വരുന്ന കേസ് ഞാൻ പറഞ്ഞു.
കപ്പാസിറ്റർ ബാങ്കിനൊക്കെ 6A ആണ് ഉപയോഗിക്കുന്നത്. 7A വരാം. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ 7B യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെൽഡിങ് സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ 8B ഒക്കെ യൂസിങ് വരുന്നുണ്ട്. DC കോണ്ടാക്ടേഴ്സിൽ തന്നെ ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ് അങ്ങനെ ആപ്ലിക്കേഷൻസ് മാറി മാറി പോകും. DC1 ലോ വോൾട്ടേജ് 24 വോൾട്ടിന് താഴെയുള്ളതും, DC3 100 to 500 വോൾട്ടേജ് ഡാറ്റാ സെൻറ്റർ പോലത്തെ ആപ്ലിക്കേഷൻസിലും, DC5 മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ലോഡിൻ്റെ ടൈപ്പൊക്കെ അനുസരിച്ചാണ് പൊതുവെ. പിന്നെ വോൾട്ടേജ് റേറ്റിങ്ങും ഫ്ലക്ച്വേഷനും അതിൻ്റെ എത്ര പ്രാവശ്യം ഓണാക്കണം ഓഫാക്കണം ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്ന എന്ത് ടൈപ്പ് കോണ്ടാക്ടർ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ കോണ്ടാക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ തോത് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഓണാക്കാൻ ഓഫാക്കാൻ അതിൻ്റെ ആവശ്യം എന്താണ്, അത് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നതെന്നൊരു പാർട്ടും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ഡയറി തന്നെ സമ്മറി ആയിട്ട് കിടക്കുന്നുണ്ട്. AC1 നോൺ ഇൻഡക്റ്റീവ് ലോഡ്, AC2 സ്ലിപ്പ് റിംഗ് മോട്ടർ സ്റ്റാർട്ടിങ് ഡിസ്കണക്റ്റിങ്ങിനൊക്കെ വേണ്ടി, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനൊക്കെ AC3 ഉപയോഗിക്കും. സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഡിസ്കണക്റ്റ് റൺ ചെയ്യുന്ന ടൈമിലൊക്കെ ഡിസ്കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്ക്വിറൽ കേജിൽ. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യും. 4A സ്ക്വിറൽ കേജിന് അതിൻ്റെ ബ്രേക്കിംഗ് മെക്കാനിസം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഇത് മാറുന്ന കാണാം. AC5A ഗ്യാസ് ഡിസ്ചാർജ് ലൈറ്റ്സിൽ ഉപയോഗിക്കുന്നു. 5B സ്വിച്ച് ഇൻകാൻഡസൻ ലാബ് സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. 6A ട്രാൻസ്ഫോമേഴ്സിൻ്റെ 6B എന്തിനാണ്, കപ്പാസിറ്റർ ബാങ്കിനാണ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ വീക്ക്ലി ഇൻഡക്റ്റീവ് ലോഡായിട്ടുള്ള ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിൽ 7Aയും മോട്ടർ ലോഡ് ഹൗസ് ഹോൾഡിന് 7B ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് കൂടുതലും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത്. പിന്നെ റെഫ്രിജറൻറ്റ് കംപ്രസറിൻ്റെ മോട്ടറിലൊക്കെ 8A ഉപയോഗിക്കുന്ന 8B അത് തന്നെ അതേ ടൈപ്പ് ഇതിൽ കംപ്രസേഴ്സിൽ ഉപയോഗിക്കുന്നതാണ്. DC1 3, 5, 7 എല്ലാം DC ആപ്ലിക്കേഷൻസിലായിട്ട് പെടുന്നതാണ്. അപ്പോൾ വീക്ക് ഇൻഡക്റ്റീവ് നോൺ ഇൻഡക്റ്റീവ് ഇതിലാണ് ഫർണസസ് അങ്ങനത്തെ ഇതിലൊക്കെ DC1 ഷണ്ട് മോട്ടേഴ്സിനൊക്കെ DC3, സീരീസ് മോട്ടർ DC5, ഇൻകാൻഡസൻ ലാബ് സ്വിച്ചിങ് DC ഇതൊക്കെയാണ് സ്വിച്ചിങ് ആണെങ്കിൽ നമ്മൾ DC6 ഉപയോഗിക്കണം കാണാം. 1, 3, 5, 6 ഇതൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ ഡിവൈസസ് യൂസ്ഡ് ഫോർ യൂട്ടിലൈസേഷൻ കാറ്റഗറി AC3 may be used occasionally for jogging or plug breaking for a limited period such as setting up a machine. ഇത് കുറച്ച് മെഷീൻ്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മുടെ മോട്ടറുകളുടെ സ്റ്റാർട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അത് മോട്ടറിൻ്റെ പാർട്ട് കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അതിന് വേണ്ടി, മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന അതിൽ പല മെക്കാനിസംസ് വരും, പ്ലഗിങ് ബ്രേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഈ കോണ്ടാക്ടറുകൾ ആ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ ഇത് കോണ്ടാക്ടർ പിടിക്കുക വിടുക മീൻസ് ഇത് കണ്ടിന്യൂസ് ചില പ്രോസസ്സുകളിൽ അങ്ങനെ കണ്ടിന്യൂസ് പിടിക്കുക വിടുക അങ്ങനത്തെ ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥകൾ വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓൺ ഓഫ് ആവുന്ന ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അത് ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മിനിറ്റ് ഇങ്ങനെ പടപടേന്ന് അടിച്ചടിച്ച് അതിൻ്റെ ആ ഒരു സ്വിച്ചിങ് സെറ്റപ്പ് പോരുത് ഉള്ളൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഹെർമെറ്റിക്കലി സീൽഡ് റെഫ്രിജറേറ്റർ കംപ്രസർ മോട്ടേഴ്സ്, compressor and motor are sealed in the same housing without an external shaft or shaft sealed and the motor operation refrigerant. അപ്പോൾ അത് ഹെർമെറ്റിക്കലി സീൽഡ് മോട്ടറിനെ പറ്റിയുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. അതിനകത്ത് മോട്ടറും കംപ്രസറായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഷാഫ്റ്റും എല്ലാം അടക്കം സീൽ ചെയ്ത ടൈപ്പ് ഇതാണ് പറയുന്നത്. ജസ്റ്റ് ഹെർമെറ്റിക് കംപ്രസർ മോട്ടർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല. നമ്മുടെ HVAC സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻസ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന് കുറേ സ്റ്റേഷനറി ബ്ലേഡ്, അതിൻ്റെ റെഫ്രിജറൻറ്റ് പമ്പ് ചെയ്യാനുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്റ്റേഴ്സ് ഇതെല്ലാം ഒരു കറുത്ത ഒരു സാധനത്തിൻ്റെ അകത്താക്കി സീൽഡ്. ഇപ്പോൾ അതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സീലാക്കി കിടക്കുന്ന ഒരു സെറ്റപ്പാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അത് ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് കോണ്ടാക്ടറിൻ്റെ ജസ്റ്റ് ഞാനൊരു ABBയുടെ ഒരു കാറ്റലോഗ് ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ കോണ്ടാക്ടർ ഇലക്ട്രോ മാഗ്നറ്റിക്കലി വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാൻ പറ്റും. അത് യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ അതിൻ്റെ ഒരു മെക്കാനിക്കൽ പാർട്ടിലേക്ക് പോകാനുള്ളൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും
ഇതിൻ്റെ തിയറി ഒരു ഇതിൽ ഫോക്കസ് ചെയ്യാം. മീൻസ് തിയറിയിൽ പ്രാക്ടിക്കൽ പാർട്ടിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട തിയറിയോട് പ്രത്യേകം എടുത്ത് നമ്മൾ കൊണ്ടുപോകുക. അല്ലാണ്ട് ഓവറോൾ വെറുതെ കുറേ തിയറി പഠിച്ചിട്ടും നമുക്ക് പല സമയങ്ങളിലും പ്രാക്ടിക്കലി ആവശ്യം വരാറില്ല. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഇരിക്കണം. ചിലത് നമുക്ക് പ്രാക്ടിക്കലിയും കൂടി ആവശ്യം വരുന്ന തിയറി, ആ ഒരു പാർട്ടാണ് ഇതിൽ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി അതിൻ്റെ സിമ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 3 പോളും 4 പോളിൻ്റെയൊക്കെ കോണ്ടാക്റ്റേഴ്സ് എൻ്റെ സിമ്പിൾസൊക്കെ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ 3 പോൾ 4 പോൾ എന്നുള്ളതിൽ ഈ കോണ്ടാക്ടറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ സ്കീമിലായിരിക്കും ഇത് കുറച്ചും കൂടി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വരിക. കോണ്ടാക്ടറിൻ്റെ മാത്രമായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ആവണം, അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ ഇത്ര ഡീറ്റെയിൽ ആവണം എന്നില്ല. ഇതിൻ്റെ അകത്ത് കാണാം കോണ്ടാക്ടർ A1 A2 എന്ന് പറഞ്ഞത് അതിൻ്റെ കോയിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ L1 L2 L3 എന്ന് പറഞ്ഞ അതിൻ്റെ ഇൻപുട്ട് ടെർമിനൽസും T1 T2 T3 എന്ന് പറഞ്ഞ അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസും കാണാം. പിന്നെ നോർമലി ഓപ്പൺ നോർമലി ക്ലോസ്ഡ് അത് ഇവിടെ അതൊരു എക്സ്ട്രാ ഒരു പോളും കൂടി ഉണ്ടാവും. 3 പോൾ കോൺടാക്ടറാണ് അതൊരു എക്സ്ട്രാ ഒരു പോള് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ 3 പോൾസിലാണ് മെയിൻ പവർ ഇന്നും ഔട്ടും പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കോൺടാക്ടർ A1 A2 കോയിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ സ്വിച്ചസ് എല്ലാം ക്ലോസ്ഡ് ആവും. NO അടക്കമുള്ള സാധനങ്ങൾ ക്ലോസ്ഡ് ആവും. അതായത് 1ൽ നിന്ന് 2ലേക്ക് പവർ ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ L1ൽ നിന്ന് T1ലേക്ക് പവർ ഫ്ലോ ചെയ്യും, L2ൽ നിന്ന് T2ലേക്ക് പവർ, L3ൽ നിന്ന് T3ലേക്ക് പവർ ഫ്ലോ ചെയ്യും. ഇതെല്ലാം ഇത് ഈ L1 L2 എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഓരോ IEC കോഡ് പ്രകാരമാണ്. ഈ L1 എന്ന് പറഞ്ഞ ലൈൻ വരുന്ന സ്ഥലം, ലൈൻ വരുന്നത് Lനും T എന്ന് പറഞ്ഞ ടെർമിനൽ, അതായത് ലോഡിലേക്ക് പോകുന്ന ടീം എന്നുള്ളൊരു മീനിങ്ങിലാണ് അവർ Lഉം ടീമും കൊടുത്തേക്കുന്നത്. അതിൽ 1 2 3 കൊടുക്കുന്നു. ഇതിൽ 1 3 5 എന്നുള്ള ഓഡ് നമ്പേഴ്സ് നമ്മൾ 2 കാറ്റഗറി ഉണ്ട്. L1 L2 L3 എന്ന് പറഞ്ഞ ഒരു നെയിമിങ് സിസ്റ്റത്തിലാണ്. പിന്നെ 1 3 5 എന്ന് പറഞ്ഞാൽ വേറൊരു നെയിമിങ് സിസ്റ്റത്തിലാണ്. അത് ഏതാന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഏതെങ്കിലും ഒരു സാധനം ഫോളോ ചെയ്ത് മനസ്സിലാക്കുക. 1 3 5 2 4 6 അങ്ങനെ എഴുതിയേക്കണം, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് സപ്ലൈ വരുന്നു, 3ൽ നിന്ന് 4ലേക്ക് സപ്ലൈ വരുന്നു, 5ൽ നിന്ന് 6ലേക്ക് സപ്ലൈ വരുന്നു. ആ ഒരു സംഭവം നമ്മൾ ചുമ്മാ ഒരു സ്വിച്ച് വരച്ചേക്കുന്ന ഇത്, ഈ സ്വിച്ചുകളെല്ലാം ഒന്നിച്ചായിരിക്കും ഓപ്പറേറ്റ് ആവുന്നത് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കാനുള്ള രീതിയിലൊക്കെയാണ് വരച്ചേക്കുന്നത്. 4 പോളിൻ്റെ അകത്ത് ഇത് കൂടാതെ 4 പോളുകൾ എന്തായാലും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്ത് വരച്ചേക്കുന്നത്. 1 3 5 7 അല്ലെങ്കിൽ L1 L2 L3 L4 ഉണ്ട്, T1 T2 T3 T4 ഉണ്ട്. പിന്നെ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിലും വരാം. ഈ A1 A2 ഇതിൻ്റെ അകത്ത് 1 വന്നു, 1 3 5 2 4 6 വന്നു. അതിൽ ഇടയിൽ 2 നോർമലി ക്ലോസ്ഡ് ആണ്. അതായത് 2 ഓപ്പണായിട്ട് കിടക്കണതാണ്, 2 ക്ലോസ് ആയിട്ട്, ഇത് 2 ക്ലോസ്ഡ് ആയിട്ട് കിടക്കണതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതേപോലത്തേക്ക് ആയിരിക്കും കോണ്ടാക്റ്റേഴ്സ് ഇരിക്കുന്നത്. ഇതിപ്പോൾ LNTയുടെ ആണ്. അപ്പോൾ ഇതിൽ 4 ടെർമിനൽ കാണാം. അതേപോലെ ബാക്കിൽ 2 ടെർമിനൽ A1 A2 എന്നൊക്കെ പറഞ്ഞ് ടെർമിനൽ കാണാം. ഇതൊക്കെയാണ് കോണ്ടാക്റ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്.